إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനം നിറഞ്ഞ ആദരണീയരായിട്ടുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മളെ എല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ച് സദാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സർവലോക സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായിട്ടുള്ള നമ്മുടെ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനുസരിച്ച് ജീവിതം കഴിവിന്റെ പരമാവധി തഖ്വയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആദ്യം എന്നോടും പിന്നെ നിങ്ങളോട് ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള റഹ്മത്തും അള്ളാഹുവിന്റെ ബറക്കത്തും സദാസമയവും നമ്മളിൽ എല്ലാം വർഷിക്കുമാറാകട്ടെ. ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമാണ്. കാലാകാലവും സുഖം മാത്രം, അത് ഈ ദുനിയാവിൽ ഒരിക്കലും സാധ്യമല്ല. കാലാകാലവും ദുഃഖം, അതും ഈ ദുനിയാവിൽ ഉണ്ടാവുകയില്ല. ഇന്ന മഅൽ ഉസ്രി യുസ്റാ, തീർച്ചയായും പ്രയാസമുണ്ടോ എങ്കിൽ അവിടെ ഒരു എളുപ്പവും ഉണ്ട്. ആ പ്രയാസത്തിന് ശേഷം കടന്നു വരാനിരിക്കുന്ന എളുപ്പം എന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രയാസം അല്ലാഹു തആല ഇപ്പോൾ എന്റെ ജീവിതത്തിൽ തന്നത്, അത് ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. ഒരു പക്ഷേ അതിലൂടെ എന്തോ ഒരു വലിയ ഖൈർ അല്ലാഹു തആല കണക്കാക്കിയിട്ടുണ്ടാകും. ആ എളുപ്പം, ആ ഖൈർ, ആ നന്മ, അതിലേക്ക് എത്താൻ ഒരു പക്ഷേ കുറച്ച് സമയമെടുത്തേക്കാം. അപ്പൊ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ ആത്യന്തികമായി ചിന്തിക്കുക, എന്റെ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു തആല ഇതെല്ലാം എനിക്ക് തരുന്നത് പരലോകത്ത് ഇതിന്റെ പേരിൽ മഹത്തായ പ്രതിഫലം നൽകാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക, തിരിച്ചറിയുക. ദുനിയാവ് അങ്ങനെയാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ ജീവിതം, നമ്മുടെ മരണം അല്ലാഹു തആല നമുക്ക് സംവിധാനിച്ചത് തന്നെ എന്തിനാണ്? നമുക്കൊക്കെ സുപരിചിതമായ ഒരു ആയത്തുണ്ട്, സൂറത്ത് മുൽക്ക്, ഖുർആനിന്റെ 67-ാമത്തെ അധ്യായമാണ്. അതിന്റെ 2-ാമത്തെ വചനം എന്താണ്? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. എങ്ങനെയുള്ള അല്ലാഹുവാണ് അനുഗ്രഹപൂർണനായിട്ടുള്ളവൻ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, നിങ്ങൾക്ക് ജീവിതത്തെയും മരണത്തെയും സംവിധാനിച്ചവനാണവൻ. എന്തിനാണ് ജീവിതവും മരണവും നൽകുന്നത്? ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാനാണ്. അയ്യുക്കും അഹ്സനു അമല, ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്നറിയാൻ. ആരാണ് ഏറ്റവും നന്നായി നിങ്ങളുടെ കൂട്ടത്തിൽ
പ്രവർത്തിക്കുന്നത് എന്നറിയാൻ. ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്നറിയാനാണ് സഹോദരന്മാരെ, സത്യവിശ്വാസിനികളെ അല്ലാഹു തആല ജീവിതവും മരണവും സംവിധാനിച്ചിട്ടുണ്ട്. ഈ ജീവിതത്തിൽ തന്നെ ധാരാളം പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ സൂറത്ത് ബഖറ വായിച്ചു നോക്കുക, 2-ാമത്തെ അധ്യായം, അതിലെ 155-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് എന്താ? വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. കുറച്ചൊക്കെ ഭയം, പട്ടിണി, ജീവനഷ്ടം, വിഭവനഷ്ടം, ധനനഷ്ടം എന്നിവ കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. നബിയെ, ക്ഷമിക്കുന്നവർക്ക് താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. അപ്പൊ പരീക്ഷണങ്ങൾ പല വിധേന പല രീതിയിൽ നമ്മളെ ബാധിക്കും. ഇപ്പോ നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾ എന്താണ്? ഓരോരുത്തർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും പങ്കുവെക്കാനുണ്ടാവുക. ഒരു വൈറ്റ് പേപ്പർ തന്നിട്ട്, ഒരു വെള്ള ഷീറ്റ് തന്നിട്ട്, ഒരു പേനയും തന്നിട്ട് നിങ്ങളിപ്പോ അനുഭവിക്കുന്ന പരീക്ഷണങ്ങളൊക്കെ ഒന്നിങ്ങനെ ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ആൾക്കാർ പറയില്ലേ, അഡീഷണൽ ഷീറ്റ് വേണം, ഒരു പേപ്പർ കൂടി വേണം, കുറച്ചും കൂടി എഴുതാനുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, വിശ്വാസികളെ, സഹോദരിമാരെ, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നമുക്ക് പറയാനുണ്ട്. അറ്റം മുട്ടുമ്പോൾ നമ്മൾ അവസാനം പല ആളുകളുടെ അടുത്ത് ഇത് ഷെയർ ചെയ്യും. ഓൾറെഡി നമ്മൾ റബ്ബിനോട് നമ്മളിത് ധാരാളമായി പറയുന്നുണ്ടാകും. നമ്മൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾ, ചില കാര്യങ്ങളൊക്കെ നമുക്ക് ആളുകളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോലും പറ്റുമോ? പറയാൻ പോലും പറ്റാത്ത എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ആത്യന്തികമായി ഞാൻ പറയട്ടെ, ഇത് ദുനിയാവാണ് സഹോദരന്മാരെ. അല്ലാഹു തആല ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഈ ദുനിയാവിനൊന്നും കൊടുത്തിട്ടില്ല എന്ന് കരുതി ദുനിയാവ് പറ്റേ വേണ്ടെന്നാണോ? അല്ല. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഒന്നാണിത്. മാത്രവുമല്ല, ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യുമ്പോൾ ഹജറുൽ അസ്വദിന്റെയും റുക്നുൽ യമാനിയുടെയും ഇടയിൽ നമ്മൾ ധാരാളമായി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താ? തവാഫ് ഇങ്ങനെ ചെയ്യുമ്പോ നമ്മളിങ്ങനെ 7 തവണ തവാഫ് ചെയ്യുമ്പോൾ, പുരുഷന്മാരാണെങ്കിൽ ആദ്യത്തെ 3 തവണ ചെറിയ രീതിയിലുള്ള ഒരു ഓട്ടം റമൽ ചെയ്യുമ്പോ ആ തവാഫിൽ എന്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സന്ദർഭം കൂടിയാണത്. പക്ഷെ തവാഫ് ചെയ്യുന്ന സമയത്ത്, കഅബ തവാഫ് ചെയ്യുമ്പോൾ റുക്നുൽ യമാനിയും ഹജറുൽ അസ്വദിന്റെയും ഇടയിലുള്ള ഒരു ഭാഗമുണ്ട്. അവിടെ നമ്മൾ എന്തുമാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ഞാനിത് പറഞ്ഞാൽ എന്തിനാണെന്നറിയോ? ആ പ്രാർത്ഥനക്ക് അത്രയും പ്രാധാന്യം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ. അപ്പൊ ദുനിയാവ് തീരെ വേണ്ടെന്നല്ല. ചില മനുഷ്യന്മാരുണ്ട് സുഹൃദ്, ചില സൂഫി ചിന്താഗതിക്കാരായ ആളുകള്, അതായത് ദുനിയാവേ വേണ്ട, അതിനോട് പൂർണ്ണമായ വിരക്തി. അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടൊന്നുമില്ല. ദുനിയാവിൽ നല്ല ബിസിനസ് ചെയ്യണം, ഹലാലായ രീതിയിൽ എത്രയും നമുക്ക് ട്രേഡിങ് ചെയ്യാം, എത്രയും കച്ചവടം ചെയ്യാം, എത്രയും നമുക്ക് റബ്ബിന്റെ മാർഗത്തിൽ സമ്പാദിക്കാം, ഹലാലായ രീതിയിൽ എത്രയും സമ്പാദിക്കാം. ഹലാൽ അള്ളാഹ് അനുവദിച്ച രീതിയിലുള്ള കച്ചവടങ്ങളിൽ നമുക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാൻ പറ്റും. ദുനിയാവിന് നമുക്ക് സാമ്പത്തികമായി റബ്ബ് നമുക്ക് നല്ല ഒരു ബാക്കപ്പ് തന്നിട്ടുണ്ടോ? സ്റ്റെബിലിറ്റി തന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല വീടുകൾ ഉണ്ടാക്കാം, നല്ല വാഹനങ്ങൾ വാങ്ങാം. അതൊന്നും കിബറല്ല, അതൊന്നും അഹങ്കാരല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചോദിച്ചില്ലേ, റസൂലേ, ഞാൻ നല്ല വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കുന്നു, നല്ല ചെരുപ്പ് ധരിക്കാൻ ആഗ്രഹിക്കുന്നു, അത് അഹങ്കാരാവോ? അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. തീർച്ചയായും അള്ളാഹു ഭംഗിയുള്ളവനാണ്, ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഒരാൾ നല്ല വസ്ത്രം ധരിക്കുന്നു, അയാളുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് നല്ല വസ്ത്രം വാങ്ങിക്കുന്നു, നല്ല ചെരുപ്പ് ധരിക്കുന്നു, നല്ല വാഹനം വാങ്ങിക്കുന്നു. ഇതൊന്നും കിബറല്ല, അഹങ്കാരല്ല. പക്ഷെ കിബർ എന്താണ്? അൽ കിബ്റു ബത്റുൽ ഹഖി വഅംതുൻ നാസ്. സത്യത്തെ ചെറുതായി കാണലും, അതേപോലെ തന്നെ സത്യത്തെ നിഷേധിക്കലും, ഉപദേശം നൽകുന്ന ആളുകൾ ചെറുതായി കാണലും. അവരിപ്പാര എന്നോട് പറയാൻ, ഓനിപ്പാര എന്നെ ഉപദേശിക്കാൻ, ഈ ഒരു ചിന്താഗതി. അതേപോലെ തന്നെ സത്യമാണ് എന്ന് അറിഞ്ഞിട്ടും അതിനെ നിരാകരിക്കുക, അതാണ് കിബ്ർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി അതിനെ നിർവചനം നൽകി വിശദീകരിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹിന്റെ മാർഗത്തിൽ നമുക്ക് ദുനിയാവ് ചോദിക്കാം, ദുനിയാവ് നമുക്ക് വളർത്താം, അതിനൊന്നും പ്രശ്നം ഉണ്ടായിട്ടല്ല. പക്ഷേ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ എന്ന് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഈ ദുനിയാവിന് റബ്ബുൽ ഇസ്സത്ത് ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും കൊടുത്തിട്ടില്ല, പരിഗണന പോലും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ദുനിയാവിന് വേണ്ടി മരിക്കേണ്ട എന്നാണ് പറയുന്നത്. കാരണം ഇത് വെറും താൽക്കാലികമായ ലോകമാണ്. ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾ താൽക്കാലികമാണ്. ദാമ്പത്യ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക രംഗത്തെ ബുദ്ധിമുട്ടുകൾ, കുടുംബ ജീവിതത്തിലെ ഒറ്റപ്പെടലുകൾ, പ്രയാസപ്പെടലുകൾ,
ആദർശ രംഗത്ത് അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകൾ, തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ, ദീൻ സ്വീകരിച്ചതിന്റെ പേരിൽ, സുന്നത്തിനോട് പ്രതിബദ്ധത കാണിക്കുന്നതിന്റെ പേരിൽ നമ്മൾ സുഹൃത്തുക്കളുടെ ഇടയിൽ ഒറ്റപ്പെട്ടു പോകുന്നില്ലേ? കുടുംബക്കാരുടെ ഇടയിൽ ഒറ്റപ്പെട്ടു പോകുന്നില്ലേ? അങ്ങനെ എന്തെല്ലാം പരീക്ഷണങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അത്തരം ഘട്ടത്തിലൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇത് ദുനിയാവാണ്, ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഭയം കൊണ്ടല്ല പരീക്ഷിക്കും എന്ന് പറഞ്ഞ് നമുക്കൊക്കെ സത്യത്തിൽ എന്താണ് ഭയം എന്ന് ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ പോലും വന്നിട്ടുണ്ടോ? ആരും അങ്ങനെ ഇല്ല എന്നല്ല പറയുന്നത്. പലപ്പോഴും മറ്റുള്ള നാട്ടിലെ മനുഷ്യന്മാരായിട്ട് നമ്മുടെ ലൈഫിനൊന്ന് കമ്പയർ ചെയ്ത് നോക്കി നിങ്ങൾ. നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? ഇപ്പൊ GCC രാജ്യങ്ങളിൽ ഇടക്കാലത്ത് ജോലി ചെയ്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ മനസ്സിലാവും. ഇറാൻ ഇസ്രായേൽ പ്രശ്നം നടന്ന സമയത്ത്, അമേരിക്ക പ്രശ്നം നടന്ന സമയത്തൊക്കെ GCC രാജ്യങ്ങളിൽ അവർ കേൾക്കുന്ന മിസൈലിന്റെ ശബ്ദങ്ങളും ബോംബ് സ്ഫോടനത്തിന്റെ ശബ്ദങ്ങളൊക്കെ എത്രത്തോളം അവരെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ടാകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു നൂറ്റാണ്ടിന് സമീപത്തായിട്ട് ഫിലസ്തീൻ ജനത ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോഴുള്ള ശബ്ദമല്ല, അവർ കേൾക്കുന്നത് നിരന്തരം ബോംബ് വർഷിക്കുന്നു, ഇസ്രായേലിലെ ഷെല്ലാക്രമണത്തിന്റെ ശബ്ദങ്ങളാണ് അവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായി എടുത്തു പറയാൻ വീടില്ല, അഡ്രസ്സില്ല, രേഖകളില്ല, ഉമ്മയില്ല, ഉപ്പയില്ല, ആരാരുമില്ല. ഏതൊക്കെയോ ക്യാമ്പിൽ ആരുടെയൊക്കെയോ കൂടെ കഴിയുന്നു. എന്നാൽ ആ ക്യാമ്പിൽ സുരക്ഷിതമാണോ? അതുമല്ല. അങ്ങനത്തെ ഒരു പരീക്ഷണത്തിന്റെ ഈ ചൂളയിലൂടെ നടന്നു നീങ്ങുന്ന ഒരു ജനത. എന്നിട്ടും അവരുടെ ഒരു വിൽ പവർ നോക്കൂ നിങ്ങൾ. അള്ളാഹു അവർക്ക് നൽകുന്ന ഒരു ശക്തി നോക്കൂ നിങ്ങൾ. ആ ജനതയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവർക്ക് അള്ളാഹു നിർഭയത്വം നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു കാര്യം. ഭയം കൊണ്ട് പരീക്ഷിക്കും, പട്ടിണി കൊണ്ട് പരീക്ഷിക്കും, ജീവനഷ്ടം കൊണ്ട് പരീക്ഷിക്കും, വിഭവ നഷ്ടം കൊണ്ട് പരീക്ഷിക്കും, മക്കളെ തന്നുള്ള പരീക്ഷിക്കും, തന്ന മക്കളെ തിരിച്ചെടുത്തിട്ട് അള്ള പരീക്ഷിക്കും. കണ്ടു ബോധി തീരുമ്പോഴേക്ക് തിരിച്ചു മക്കളെ എടുക്കും. അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരൻ, സുഹൃത്ത്, റിയാദിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഒരു മകൻ ഹനീൻ എന്ന് പറയുന്ന 10ാം ക്ലാസ് CBSE എക്സാമിൽ 96% മാർക്ക് വാങ്ങിയ ഒരു മോന് പ്ലസ് വണ്ണിന് അഡ്മിഷൻ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് കുഴഞ്ഞു വീണു. പെട്ടെന്ന് ഒരു ദിവസം 21 ദിവസത്തോളം അവൻ വെന്റിലേറ്ററിലായിരുന്നു. റബ്ബിന്റെ വിളിക്കുത്തരം നൽകി കഴിഞ്ഞ ദിവസം അവൻ അള്ളാഹുവിലേക്ക് യാത്രയായി. ആ മകൻ അള്ളാഹു തആല സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആ കുടുംബത്തിന് അത് താങ്ങാനുള്ള ശേഷി അവർ അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ഇത്തരം പരീക്ഷണങ്ങളിലൊക്കെ സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കേണ്ടത് ദുനിയാവാണ്. ഇവിടെ ഇങ്ങനെ തന്നെയാണ്. പലതും അള്ളാഹ് നമുക്ക് തരും, തരാതെ പിടിച്ചു വെക്കും. തീവ്രമായി ആഗ്രഹിച്ച കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് തരൂല, ചിലത് നമുക്ക് തരും. തന്നു പരീക്ഷിക്കും, തരാതെയും പരീക്ഷിക്കും. ചിലപ്പോൾ നമ്മളൊക്കെ നോക്കൂ നിങ്ങൾ, സാമ്പത്തികമായി നല്ല ഒരു അവസ്ഥ നമുക്ക് അള്ളാഹു തന്നാൽ നമ്മളെന്താ വിചാരിക്കുക? അള്ളാഹു എന്നെ ഭയങ്കരമായി അനുഗ്രഹിച്ചിരിക്കുന്നു. ഒരു അനുഗ്രഹമാണ്, സംശയമൊന്നുമില്ല. പക്ഷേ സാമ്പത്തികമായ പ്രതിസന്ധി അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ള നിരന്തരമായ പരീക്ഷണങ്ങൾ, ആദർശ രംഗത്തുള്ള പരീക്ഷണങ്ങൾ, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെന്താ ചിന്തിക്കുക? ഭയങ്കരമായ പരീക്ഷണാണ്. മറ്റത് അനുഗ്രഹമാണ്. സത്യത്തിൽ രണ്ടും പരീക്ഷണാണ്. സമ്പത്ത് തരുന്നത് എന്തിനാ? അള്ള പരീക്ഷിക്കാണ്. അത് അള്ളാന്റെ മാർഗത്തിൽ അവൻ വിനിയോഗിക്കുന്നുണ്ടോ ഇല്ലേ എന്നറിയാൻ. സമൂഹത്തിൽ നിലയും വിലയും സ്ഥാനമാനങ്ങളും അള്ള തരുന്നത് എന്താ? അനുഗ്രഹമാണ്. കാരണം നമ്മുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ചിലപ്പോൾ ഭയങ്കര പവർ ഉണ്ടാകും. നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് അവിടെ ഒരു ആധികാരികത കൈവരും. അതൊരു അനുഗ്രഹമാണ്, ആ സ്ഥാനങ്ങളും മാനങ്ങളൊക്കെ. പക്ഷെ അള്ളാഹു തആല അത് തരുന്നത് എന്തിനാ? പരീക്ഷിക്കാണ്. ആ ഉത്തരവാദിത്വം അള്ളാന്റെ മാർഗത്തിൽ ഭംഗിയായി നിർവഹിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. മക്കളെ തരുന്നത് എന്തിനാ? പരീക്ഷിക്കാണ്. മക്കളെ തരാതിരിക്കുന്നത് എന്താ? പരീക്ഷണാണ്. ഭയം തരുന്നത് എന്തിനാ? പരീക്ഷണാണ്. നിർഭയത്വം എന്തിനാ? പരീക്ഷണാണ്. അനുഗ്രഹമാണ്, പരീക്ഷണവുമാണ്. അതുകൊണ്ടല്ലേ സുലൈമാൻ അലൈഹിസ്സലാം ധാരാളം അനുഗ്രഹങ്ങൾ വേണ്ടി ലഭിച്ചപ്പോൾ സുലൈമാൻ അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ? എനിക്ക് സാന്ദർഭികമായി പറയാനുള്ള ഒരു കാര്യം കേട്ടോ. നമ്മളൊരു വീടൊക്കെ എടുത്താൽ അല്ലെങ്കിൽ ഒരു പുതിയ വാഹനമൊക്കെ വാങ്ങിയാൽ പല മനുഷ്യന്മാരും അതിന്റെ മുമ്പിൽ ഇങ്ങനെ അത് ഒട്ടിച്ചിട്ടു ആദാമിൻ ഫദ്ലി റബ്ബി എന്നുണ്ടാവും. ഇതെന്റെ രക്ഷിതാവിന്റെ ഔദാര്യാണ്. ഇപ്പൊ ഇടക്കാലത്തായിട്ട് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമാണ് ലൈൻ ശക്കർത്തും ലാസീലന്നക്കും. നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ധാരാളമായി നൽകും. ഞാൻ പലപ്പോഴും ഇത് കാണുമ്പോൾ എനിക്ക് അൽഹംദുലില്ലാഹ് ആ മനുഷ്യന്മാർ അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ കോഡ്സ് ഒട്ടിക്കുന്നതിന് പകരം ഒരു ആയത്തെ ഒട്ടിക്കുന്നുണ്ടല്ലോ. അത് അവർക്ക് അതിനോടൊരു ഹുബ് ഉണ്ടായതുകൊണ്ടാണല്ലോ. അതിന്റെ ഒരു പോസിറ്റീവ് വശത്ത് നമ്മൾ കാണണം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ആദാം മിൻ ഫദ്ലി റബ്ബി എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ പാടുണ്ടോ? ഇല്ല. 27-ാം അധ്യായം സൂറത്തുൽ നംലിലെ 40-ാമത്തെ വചനാണ്. അതിനൊരു ബാക്കിയുണ്ട്. എന്താണത്? എന്തിനാണ് അള്ളാഹു ഇതൊക്കെ എനിക്ക് ഔദാര്യമായി തന്നത്? അള്ളാഹു തആല ഇതൊക്കെ എന്തിനാണ് എനിക്ക് അനുഗ്രഹമായി തന്നത്? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാനാണ്. അഷ്കുറു അം അക്ഫുർ, ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ നന്ദികേട് കാണിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ലൈൻ ശക്കർത്തും ലാസീദന്നക്കും, നിങ്ങൾ
ശുക്ർ ചെയ്താൽ ധാരാളമായി, നന്ദി കാണിച്ചാൽ, നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയാൽ നിങ്ങൾക്ക് ഞാൻ കൂടുതൽ കൂടുതൽ നൽകും, ധാരാളമായി നൽകും. അതിന് ശേഷം ഒരു ആയത്തിന്റെ ആ ആയത്തിന്റെ തന്നെ ബാക്കിയുണ്ട്, വലയിൽ കഫർത്തും എന്നുണ്ട്. നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ ഇന്ന അദാബീല ഷദീദ്, അറിഞ്ഞോളൂ എന്റെ ശിക്ഷ അതികഠിനമാണ്. ആ ആയത്തിനെ വിശദീകരിച്ചെടുത്ത് പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ഉള്ള അനുഗ്രഹത്തെ കൂടി ചിലപ്പോൾ അള്ളാഹു തിരിച്ചെടുക്കുന്നുള്ള ഒരു താക്കീത് കൂടി ആ ആയത്തിനുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹ് തന്ന ആയുസ്, ആരോഗ്യം, ഇതൊക്കെ റബ്ബിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ ശ്രമിക്കുക. നമുക്ക് നല്ല കായബലം, അതേപോലെ തന്നെ നല്ല ആരോഗ്യ ദൃഢഗാത്രരായ അവസ്ഥ, നല്ല ഹെൽത്ത്, നല്ല മെന്റൽ പവർ എല്ലാം നമുക്ക് റബ്ബ് തന്നിട്ടുണ്ട്. പക്ഷെ എന്തിനുപയോഗിച്ചു എന്ന് ചോദിച്ചാൽ അതിന് നമ്മുടെ അടുത്ത് ഉത്തരം ഇല്ലെങ്കിലോ നമ്മൾ വിചാരിക്കും അതൊക്കെ ഇപ്പൊ പഠിച്ചോ ചോദിക്കും, അല്ലെങ്കിൽ അതൊക്കെ ഇപ്പൊ അത്ര കാര്യമാക്കി എടുക്കേണ്ട വിഷയമാണോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അലു അൻ അർബഇൻ, 4 കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരു അടിമക്ക് നാളെ മഹ്ശറയിൽ അവന്റെ കാല് മുന്നോട്ടെടുത്ത് വെക്കാൻ പറ്റൂല. ഞാൻ ഈ പറയുന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. 4 കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു തആല ചോദ്യം ചെയ്യും. ഇതിന് 4നും സംതൃപ്തകരമായ ഉത്തരം നൽകാതെ ആ കാല് മുന്നോട്ടെടുത്ത് വെക്കാൻ പറ്റൂല. അതിൽ കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന് ഇൽമിൻ, അവന്റെ ഇൽമ്, നോളജ്, ആ നോളജ് വെച്ച് അവൻ എന്ത് പ്രവർത്തിച്ചു എന്നുള്ളത് അള്ളാഹ് ചോദ്യം ചെയ്യും. രണ്ടാമത്തത് സമ്പത്ത്, എങ്ങനെ സമ്പാദിച്ചു, എങ്ങനെ ചെലവാക്കി, എവിടുന്ന് ഉണ്ടാക്കി, എവിടെ ചെലവാക്കി, ഇതും ചോദ്യം ചെയ്യും. പിന്നെ പറഞ്ഞത് വഅൻ ജിസ്മിഹി, അവന്റെ ശരീരത്തെ കുറിച്ച് ചോദിക്കുന്ന, അവന്റെ ബോഡി, തടി, ഈ തടി, ഈ ശരീരം, ഈ ആരോഗ്യം, ഈ മസിലൊക്കെ എന്തിനുപയോഗിച്ചു എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ തന്ന യുവത്വം, ഇതൊക്കെ ശരിക്കും നമ്മള് സുഹൃത്തുക്കളൊക്കെ കൂടി വെറും ഭൗതികമായി മാത്രം ചിന്തിച്ച്, അല്ലെങ്കിൽ ആ ഒരു വൈബിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനൊക്കെ അപ്പുറത്ത് ഏത് ഫ്രണ്ട് സർക്കിളിൽ നമ്മൾ എത്തിപ്പെടുമ്പോഴും, ഏത് ക്യാമ്പസിൽ നമ്മൾ പഠിക്കാൻ പോകുമ്പോഴും, എന്നെ കേൾക്കുന്ന എന്റെ സമപ്രായക്കാരായിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് അവരോടും കൂടിയാണ് പറയാനുള്ളത്, നമ്മൾ ഏത് ക്യാമ്പസിലും നല്ല ഹയർ എഡ്യൂക്കേഷൻ നേടാൻ നോക്കണം, നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ നേടണം. അത് എവിടെ പോയിട്ടാണോ കിട്ടുക അവിടെ പോയി പഠിക്കണം. ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിലാണോ, നാഷണൽ യൂണിവേഴ്സിറ്റികളിലാണോ, അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലാണോ, അവിടെ പോയി പഠിക്കണം. നമ്മൾ നല്ല എഡ്യൂക്കേഷൻ നേടാൻ നോക്കണം. മക്കൾക്ക് അത് കൊടുക്കാൻ വേണ്ടി രക്ഷിതാക്കൾ ശ്രദ്ധിക്കുകയും വേണം. പക്ഷെ എവിടെ ചെല്ലുമ്പോഴും എന്നെ കേൾക്കുന്ന എന്റെ പ്രായത്തിലുള്ള വിദ്യാർത്ഥികളോട് അടക്കം എനിക്ക് പറയാനുള്ളത് ഇതാണ്, നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ ഉള്ളിൽ എന്റെ ജീവിതത്തിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ റബ്ബിന്റെ വിളിക്കുത്തരം നൽകി ഭൂമിയിൽ പോകാനുള്ളതാണ്. എന്നെ കാത്തൊരു സ്വർഗമുണ്ട്, എന്നെ കാത്തൊരു നരകമുണ്ട്. ഏതാണ് ഞാൻ തെരഞ്ഞെടുക്കേണ്ടത്? അതിൽ കൃത്യമായൊരു ധാരണ നമുക്ക് വേണം. ആ സ്വർഗത്തിന് വേണ്ടി ജീവിക്കാൻ എനിക്ക് കഴിയണം. ഏത് ക്യാമ്പസിൽ എത്തിപ്പെട്ടാലും, ഏത് ഫ്രണ്ട് സർക്കിൾ എത്തിയാലും നിസ്കാരം ഞാൻ ഉപേക്ഷിക്കൂല, നോമ്പ് ഞാൻ ഉപേക്ഷിക്കൂല, പടച്ചോനെ മറന്നൊരു പ്രവൃത്തി ഞാൻ ചെയ്യൂല, ദീന് ഞാൻ ഉപേക്ഷിക്കൂല. ദീന് കൊണ്ടു നടക്കുന്നതിന്റെ പേരിൽ ആരെന്നെ പരിഹസിച്ചാലും ശരി, ആ ദീനിനെ ഞാൻ അഭിമാനമായി സ്വീകരിക്കും എന്ന് തീർത്തു പറയാൻ, ഉറപ്പിച്ചു പറയാൻ നമുക്ക് കഴിയണം. അങ്ങനെ ആകുമ്പോ ആ ക്യാമ്പസുകളിൽ, ആ ഫ്രണ്ട് സർക്കിളുകളിൽ നമ്മളൊരു ഐക്കണായിരിക്കും. നമ്മൾ എല്ലാത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കും. ആ രീതിയിലേക്ക് ചിന്തിക്കാൻ നമുക്ക് കഴിയണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ദുനിയാവിൽ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. തളരേണ്ട സഹോദരന്മാരെ, ഞാൻ ഒരു കാര്യം പറയാം. ചരിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വലിയൊരു പാഠമുണ്ട്. ഒരുപക്ഷെ നമുക്കൊക്കെ അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും, പക്ഷെ അതിൽ നിന്ന് നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പാഠത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോ ഇബ്രാഹിം നബിയുടെ ആദ്യ ഭാര്യ എന്ന് പറയുന്നത് സാറാ ബീവിയാണ്. എന്നാൽ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലേക്ക് പിന്നെ കടന്നു വരുന്ന ഒരു ഭാര്യയാണ് ഹാജർ, രണ്ടാമതായി കടന്നു വരുന്നത്. അവർ ശരിക്കും ഒരു അടിമ സ്ത്രീയാണ്. ഈജിപ്തിൽ നിന്നാണ് ഹാജറിനെ ഇബ്രാഹിം നബിക്ക് കിട്ടുന്നത്. അടിമ സ്ത്രീ ആയിരുന്നു ശരിക്കും. അടിമ സ്ത്രീ മാത്രമല്ല, ഒരു എത്യോപ്യൻ അടിമ സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഒരു കറുത്ത സ്ത്രീ ആയിരുന്നു. സാറാ ബീവി ആകട്ടെ നല്ല വെളുത്ത, നല്ല ഭംഗിയുള്ള സ്ത്രീ. ഹാജർ ബീവി കറുത്ത് ഒരു അടിമ സ്ത്രീയും. പക്ഷെ ഇസ്ലാമിക ചരിത്രത്തിൽ നിങ്ങൾ നോക്കൂ, പലപ്പോഴും ഹാജർ ബീവിയുടെ പേര് കരുതി കൂട്ടി ഹൈഡ് ചെയ്തിട്ടുള്ള, മറച്ചു പിടിച്ച വേദഗ്രന്ഥങ്ങൾ, മതവേദഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഹാജർ ബീവിയെ ചർച്ച ചെയ്യേണ്ട മതവേദഗ്രന്ഥങ്ങൾ കരുതി കൂടി ഹാജർ ബീവിയുടെ പേര് മറച്ചു വെക്കുന്നു, ചരിത്രം മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു. എന്തിന്? അടിമ സ്ത്രീയാണ് എന്നതിന്റെ പേരിൽ, കറുത്തവളാണ് എന്നതിന്റെ പേരിൽ. എന്നാൽ ഇസ്ലാം അവരുടെ യശസ്, അവരുടെ സ്ഥാനം, അവരുടെ പേര് വാനോളം ഉയർത്തുകയാണ്. നോക്കൂ നിങ്ങൾ, ആ ഹാജർ ബീവി ചെയ്തതെന്താ? ഇബ്രാഹിം നബി കല്യാണം കഴിക്കുന്നു, ഹാജർ ബീവിയെ ഏറ്റെടുക്കുന്നു. അതിൽ ആദ്യത്തെ കുഞ്ഞുണ്ടാകുന്നു, രണ്ടാമത്തെ ഭാര്യയിൽ ആദ്യത്തെ കുട്ടി ഉണ്ടാകുന്നു, ഇസ്മായിൽ ഉണ്ടാകുന്നു.
പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കുഞ്ഞിനെ കിട്ടി. കണ്ട് കൊതി തീരും മുമ്പ് അള്ളാഹു താല പറയാണ് ഹാജറിനെയും ഇസ്മായിലിനെയും ഇന്ന് കാബ സ്ഥിതി ചെയ്യുന്നിടത്ത് ആ സ്ഥലത്ത് കൊണ്ടുപോയി ആക്കണം. അങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ പറഞ്ഞു കൊടുക്കുന്നു, ആ ലൊക്കേഷൻ കാണിച്ചു കൊടുത്തിട്ട് അവിടെ ആക്കിയിട്ട് പോരെന്ന് പറയാണ്. തിരിച്ചു പോരുമ്പോ നെറ്റി പോലും ചുളിക്കാതെ ഹാജർ ബീവി ചോദിക്കുന്ന ചോദ്യത്താണ്, ഇബ്രാഹിം എന്നെയും കുഞ്ഞിനെയും ഇവിടെ ആക്കിയിട്ട് എവിടേക്കാണ് പോകുന്നത്? അള്ള പറഞ്ഞിട്ടാണോ? അപ്പൊ ഇബ്രാഹിം നബി പറയണം, അതേ ഹാജർ, അള്ള പറഞ്ഞിട്ടാണ്. എന്നാൽ നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളിട്ടോ, ഒരു പ്രയാസവും കാണിക്കണ്ട, ഒരു നീരസവും കാണിക്കണ്ട, ഇനി ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ട. ഈ കുട്ടിന്റെ അവസ്ഥ എന്താവും ആലോചിച്ചിട്ട് നിങ്ങളെ ലക്ഷ്യം മുടക്കണ്ട, ധൈര്യമായിട്ട് പോയിക്കോളി. ഇനിയും കുട്ടിനെയും പടച്ചോ നോക്കിക്കോളൂ, അള്ള പറഞ്ഞിട്ടല്ല നിങ്ങൾ ചെയ്ത്, അള്ള നോക്കിക്കോളൂ. സഹോദരന്മാരെ, ഈ ഒരു ഈമാനികമായ ലെവലിലേക്കൊന്നും നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും സഹോദരിമാരെ, ഞാൻ ഹാജർ ബീവിയുടെ ചരിത്രം കൂടിയാണല്ലോ പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സഹോദരിമാരെ, ഈ ഒരു ഈമാനികമായ അവസ്ഥയിലേക്കൊന്നും നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും അതിന്റെ ഒരു ഓരത്ത് നിന്ന് ചിന്തിക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കുക. എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്ന പാഠം എന്നറിയോ? അങ്ങനെ ആ ഒരു തവക്കുൽ, ആ ഒരു ഈമാൻ, ആ ഒരു വിശ്വാസം അതിങ്ങോട്ട് കൈമുതലാക്കിയപ്പോ അള്ളാഹു താല പകരമായി കൊടുത്തത് എന്താ? കറുത്തവൾ എന്ന് പറഞ്ഞ് മുദ്ര കുത്തപ്പെട്ട് ചരിത്രത്തിന്റെ ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആ ഹാജർ ബീവി ഓടിയ സ്ഥലത്താണ് ഇന്ന് ലോകത്ത് ഏറ്റവും വെളുത്തവൻ ഓടേണ്ടി വരുന്നത്. ആ കറുത്തവളായ അടിമ സ്ത്രീയായിട്ടുള്ള ഹാജർ ബീവിയുടെ കാൽപാദം പതിഞ്ഞിടത്താണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ രാജാവിന്റെ, അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ സ്ഥാനങ്ങളും സാമ്പത്തിക ശേഷിയൊക്കെയുള്ള വലിയ വലിയ മനുഷ്യന്മാരെ കാൽപാദം പതിയേണ്ടി വരുന്നത്. അള്ളാഹു താല കൊടുത്തൊരു തൗഫീഖ് നോക്കൂ നിങ്ങൾ. അപ്പൊ നിറത്തിനോ സ്ഥാനത്തിനോ കോലത്തിനോ ഒന്നും ഒരു സ്ഥാനമില്ല, ഒരു കാര്യമില്ല ഇസ്ലാമിൽ എന്ന് നമ്മൾ തിരിച്ചറിയാം. കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് പുറത്തു വരുന്ന മരണ വാർത്തകൾ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. ചില വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അതിന്റെ പേരിൽ അവർ സൂയിസൈഡ് ചെയ്യുന്നു, ആത്മഹത്യ ചെയ്യുന്നു. ഇതൊക്കെ എന്തിന്റെ പേരിലാണ് നടക്കുന്നത്? പല രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടെങ്കിലും ഒരു ഭാഗത്ത് അധിക്ഷേപങ്ങൾ നടക്കുന്നതായിട്ട് കാണുന്നു. നിറത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ അധിക്ഷേപങ്ങൾ നടക്കുന്നുണ്ട്. വർണ്ണത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ അധിക്ഷേപങ്ങളുണ്ട്. കുടുംബത്തിന്റെ പേരിൽ അധിക്ഷേപങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ കുടുംബത്തിന്റെ പേരിൽ ആ ഒരു ബഹുമതി ഇങ്ങനെ കാണിച്ചു നടക്കുന്നവരില്ലേ, ഞാൻ ഇന്ന തറവാട്ടിൽ ജനിച്ചവനാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാകണം, ഞങ്ങളെ തറവാട്ടിൽ എന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാരാണ്. ഇതൊക്കെ ദുനിയാവിലേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക, പടച്ചോന്റെ മുമ്പിൽ ഇതിന്റെ ഒന്നും ഒരു സ്ഥാനമില്ല. യാ യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ. അള്ളാഹ് പറഞ്ഞതാണ്, മനുഷ്യന്മാരെ നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതഅറഫു. ഗോത്രങ്ങളും വർഗ്ഗങ്ങളും ആക്കി നിങ്ങളെ വേർതിരിച്ചത് പരസ്പരം തിരിച്ചറിയാനാണ്, അല്ലാതെ അതിന്റെ പേരിൽ മഹിമ നടിക്കാനല്ല. ഞാൻ ഇന്ന ഗോത്രത്തിലും ഇന്ന തറവാട്ടിലും ജനിച്ച ആളാണ്, അതുകൊണ്ട് എന്റെ കീഴിലാണ് നിങ്ങൾ നിൽക്കേണ്ടത്, ഞാൻ ഇന്ന ബഹുമതിയുള്ള ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പേരിൽ പ്രൗഢി നടിക്കുക, അതിന്റെ പേരിൽ വലിയ എന്തോ ഒരാളാണെന്നുള്ള തോന്നൽ ഉണ്ടാക്കുക, ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഒരാൾക്ക് തഖ്വയുണ്ടോ, ഈമാനുണ്ടോ, ഇഖ്ലാസ് ഉണ്ടോ, അള്ളാഹു പറയണം അയാളെ ഞാൻ ഉയർത്തും. മറ്റേയാൾക്ക് ഇനി ദുനിയാവിൽ എന്തൊക്കെ സ്ഥാനമാനങ്ങളുണ്ട്, അയാളുടെ ഉള്ളിൽ ഈമാനും ഇല്ല, തഖ്വയില്ല, ഇഖ്ലാസും ഇല്ല, അള്ളാഹു അയാളെ താഴ്ത്തുകയും ചെയ്യും. അള്ളാഹ്ക്ക് അയാളെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. എന്നാൽ ഒരു മനുഷ്യൻ, ആരാരും ശ്രദ്ധിക്കപ്പെടാത്ത, വളരെ ബലഹീനനായ, ദുർബലനായ ഒരു മനുഷ്യൻ, എല്ലാവരും അവഗണിക്കുന്ന ഒരാള്, ആരും അയാളെ ശ്രദ്ധിക്കുന്നില്ല, നാട്ടിലൊരാളും അയാൾക്ക് ഒരു വലിയ നിലയും കൊടുക്കുന്നില്ല, കുടുംബത്തിലൊരാളും അയാൾക്ക് വലിയ നിലയും കൊടുക്കുന്നില്ല, പക്ഷെ അയാളുടെ ഉള്ളിൽ ഈമാനുണ്ട്, തഖ്വയുണ്ട്, റബ്ബുമായിട്ട് നല്ല അടുപ്പത്തിലാണ്, മതി, പഠിച്ചോൻ അയാൾ ഉയർത്തുന്ന അതൊരു ദിവസം ആ ഉയർച്ച അയാൾക്ക് അനുഭവിക്കാൻ പറ്റും. നിങ്ങൾ തിരിച്ചറിയാൻ ദുനിയാവെന്ന് കിട്ടിയില്ലെങ്കിൽ ആഖിറത്തിൽ അങ്ങനെ ഒരുക്കി വെക്കുന്നുണ്ട് അയാൾക്ക് ആ സ്ഥാനം. അതാണ് അള്ളാഹ് പറഞ്ഞത്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാന്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും ഉയർന്നവൻ നിങ്ങളിൽ ആരാണ് തഖ്വ കാത്ത് സൂക്ഷിക്കുന്നവർ, അവരാണ്. അപ്പൊ ഹാജർ ബീവിക്ക് അത് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഹാജർ ബീവിനെ ഉയർത്തിയത്. ക്ഷമിച്ചത് കൊണ്ടല്ലേ അള്ളാഹു താല പകരമായി ധാരാളം കൊടുത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കുഞ്ഞു ഇസ്മായിൽ വെള്ളം കിട്ടാതെ അവിടെ ഇങ്ങനെ കാലിട്ടടിക്കുകയാണ്. ഒരു മലക്ക് വരുന്നു, അവിടെ ചിറക് കൊണ്ട് കൊത്തി കൊടുക്കുന്നു, സംസം മുറവ പൊട്ടുന്നു. ഇസ്മായിൽ നബി കാലിട്ടടിച്ചിട്ടല്ല സംസം ഉണ്ടായത്. ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാം. നേരെ മറിച്ച് ഒരു മലക്ക് വന്നിട്ട് അവിടെ ചിറക് കൊണ്ട് കൊത്തി കൊടുത്തിട്ടാണ് സംസം ഉണ്ടായത്. ഹദീസുകളിൽ അത് വളരെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പാഠപുസ്തകത്തിൽ നിന്നൊക്കെ ചെറുപ്പം മുതൽ പഠിച്ചു പോകുന്നത് നേരെ തിരിച്ചായിരിക്കും. ഇസ്മായിൽ നബി കാലിട്ടടിച്ചപ്പോൾ സംസം ഉണ്ടായി, അങ്ങനല്ല. ഇസ്മായിൽ നബി കിടന്നെടുത്തെന്ന് പറയുന്നു, അല്ല എന്ന് പറയുന്നു. എന്തിനാണെങ്കിലും ഹദീസുകളിൽ അത് വ്യക്തമാണ്. ചിറകിട്ട് മലക്ക് വന്ന് ചിറക് കൊണ്ട് കൊത്തി കൊടുക്കുന്നു, സംസം മുറവ പൊട്ടുന്നു. ശരിക്കും സഫാ മർവക്കിടയിൽ ഹാജർ ബീവി ഓടിയത് എന്തിനായിരുന്നു? കുഞ്ഞു ഇസ്മായിലിന് എന്തെങ്കിലും കിട്ടുമോ നോക്കിയിട്ടാണ്. ഹാജർ ബീവിക്ക് തിന്നാൻ കിട്ടുമോ നോക്കാനല്ല. ഇസ്മായിൽ നബി കരയുന്നുണ്ട്, ഇസ്മായിൽ എന്ന് പറയുന്ന കുട്ടി കരയുന്നുണ്ട്. അപ്പൊ ഇന്റെ കുട്ടിക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ, കൊടുക്കാൻ കിട്ടുമോ, അല്ലെങ്കിൽ ആരെങ്കിലും അവിടുന്ന് ഇവിടുന്ന് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്.
പക്ഷെ പകരമായി അള്ളാഹു താല കൊടുത്തതെന്താ? ക്ഷമിച്ചതിന്റെ പേരിൽ കൊടുത്തതെന്താ? ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കുമുള്ള സംസമാണ്. അപ്പോ നമ്മളെ കുടുംബത്തിൽ ഒരു പ്രശ്നം വരുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോ, സ്വാഭാവികമായിട്ട് നമ്മൾ പലരുടെ ഷെയർ ചെയ്യും. അള്ളാന്റെ അടുത്ത് പറയാം, ക്ഷമിക്കാൻ കഴിയുന്നിടത്തോളം മാക്സിമം ക്ഷമിച്ചു നിൽക്കുക. റബ്ബിന്റെ അടുത്ത് കാര്യങ്ങൾ ഏൽപ്പിച്ച് പറയാ, അള്ളഹാനോട് പറയാ. തീർച്ചയായും ജീവിതത്തിൽ നിങ്ങൾക്കൊരു വെളിച്ചവും തണുപ്പും സമാധാനവും കിട്ടും. 101% ഉറപ്പാണ്, കിട്ടും. ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല വാതിലുകൾ തുറന്നു കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. നിങ്ങളുടെ തൗഹീദ് വിശ്വാസം ഒക്കെയാണ്, അത് സ്ട്രോങ് ആക്കുക. എത്ര രോഗം വന്നാലും, എന്തൊക്കെ പ്രതിസന്ധി വന്നാലും, ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും, മക്കൾക്ക് നല്ല, സ്വന്തം ജീവിതത്തിലും സ്വന്തം ശരീരത്തിലും, ഭാര്യക്കും കുട്ടികൾക്കും പേരക്കുട്ടിക്കും ആർക്കൊക്കെ അസുഖം വന്നു, എന്നാൽ പോലും എന്റെ ഈ നെറ്റിത്തടം ഒരു ജാറത്തിന്റെ മുമ്പിൽ ഞാൻ കൊണ്ടുപോയി വെക്കൂല, ഒരു മക്ബറയുടെ മുമ്പിലും വെക്കൂല, ഒരു ഏലസ് എന്റെ കയ്യിലുണ്ടാകൂല. ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. ഞാൻ അവരിൽ തവക്കുലാക്കി നീങ്ങും. കാണിക്കേണ്ട ഡോക്ടർമാരെയൊക്കെ കാണിക്കും, ഭൗതികമായ ചികിത്സാ സംവിധാനങ്ങളൊക്കെ തരും. പക്ഷെ അള്ളാഹ്ക്ക് നിരക്കാത്ത, ദീനിന് നിരക്കാത്ത, അള്ളാഹു റസൂൽ ഇഷ്ടപ്പെടാത്ത ഷിർക്കിന്റെ ഒരു വഴിയിലേക്ക് പോലും ഞാൻ ചാഞ്ചാടൂല, എന്റെ മനസ്സ് പതറൂല എന്ന ഒരു ദൃഢനിശ്ചയം നിങ്ങൾക്കുണ്ടോ? ഷുവറായിട്ടും അള്ളാഹു താല നിങ്ങളെ വിജയിപ്പിക്കും. 100% ഉറപ്പാണ്. ചരിത്രം അതിന് സാക്ഷിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിന്റെ പേരിൽ ഹാജർ ബീവി മാത്രമാണോ അനുഗ്രഹം അനുഭവിച്ചത്? ഇസ്മായിൽ നബി മാത്രമാണ് അനുഗ്രഹം അനുഭവിച്ചത്? ആ സംശയം എത്ര കോടിക്കണക്കിന് മനുഷ്യന്മാർക്ക് അള്ളാഹ് കൊടുത്ത്, ഇപ്പോഴും അത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. നോക്കൂ നിങ്ങൾ. അപ്പൊ അതാണ് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ പ്രയാസം ഉണ്ടാകുമ്പോൾ ആത്യന്തികമായി നമ്മൾ ക്ഷമിക്കുക. ക്ഷമിച്ചാൽ അള്ളാഹു താല പകരമായി ധാരാളം നൽകും. അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി നമ്മൾ തീരുക എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അള്ളാഹു താല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിതം ധന്യമാക്കണമെന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തെ വിസ്മരിക്കാതെ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അറിഞ്ഞോ അറിയാതെയോ ആയിട്ട്, ചെറുതോ വലുതോ ആയ രീതിയിൽ, അല്ലെങ്കിൽ രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ഒരുപാട് വീഴ്ചകളും പോരായ്മകളും തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. തെറ്റുകൾ ആരും വരാത്തവരല്ല, അല്ലെങ്കിൽ വരൂല എന്ന് തീർത്തു പറയാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. അപ്പൊ റമദാനുമായി ബന്ധപ്പെട്ട് പറയുന്നത്, ഞാനൊരു കാര്യം നിങ്ങൾക്ക് സ്ട്രൈക്കിംഗ് ആവാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു പോയിന്റാണ്. റമദാനുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസിൽ പോലും നോക്കൂ നിങ്ങൾ. അള്ളാഹു തന്റെ അടിമകളെ വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെയാണ്. ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാം, യാ ബാഇയൽ ഖൈർ, അല്ലയോ നന്മ ഉദ്ദേശിക്കുന്നവരെ. റമദാൻ സമാഗതമായി കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും, അതേപോലെ തന്നെ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും, റഹ്മത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും, നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും, പിശാച് ബന്ധനസ്ഥരാക്കപ്പെടും എന്നൊക്കെ പഠിപ്പിക്കുന്ന ഹദീസിലൊക്കെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ബാഇയൽ ഖൈർ, അല്ലാഹ് പറയും, അടിമകളെ വിളിച്ചിട്ട് പറയും, നന്മ ഉദ്ദേശിക്കുന്ന എന്റെ അടിമകളെ, അക്ബിൽ, നിങ്ങൾ മുന്നോട്ട് വരും. പരമാവധി നന്മ ചെയ്യാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് തന്നത്. ചെയ്യുന്ന ചെറിയ ചെറിയ നന്മകൾക്ക് പോലും ഇരട്ടി ഇരട്ടി പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്, ഒരു അവസരമാണ് ഇപ്പൊ തന്നത്. അതുകൊണ്ട് നന്മ ഉദ്ദേശിക്കുന്നവരെ മുന്നോട്ട് വരും. എന്നിട്ട് പറയുന്ന ഒരു കാര്യം എന്താണ്? വയാ ബാഇയ ശർ. ഇത് റമദാൻ അല്ലാത്ത കാലത്തല്ല, റമദാനിലാ പറയുന്നത്. തെറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും അടച്ചു വെക്കപ്പെടുന്ന, ചെയിൻഡ് ആവുന്ന, കൂട്ടിവെക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ പോലുമാണ്. അവിടെ പോലും അല്ലാഹു തആല പറയുന്നത് വയാ ബാഇയ ശർ, തിന്മ ആഗ്രഹിക്കുന്നവരെ ചെയ്യല്ലി എന്നല്ല പറഞ്ഞത്, അക്സിർ എന്നാ പറഞ്ഞത്, നിങ്ങൾ കുറയ്ക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? തെറ്റുകൾ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ വരും. തെറ്റില്ലാത്തവരല്ല നമ്മൾ. കുല്ലു ബനി ആദമ ഖത്താഉൻ, ആദമിന്റെ സന്തതികളൊക്കെ തെറ്റ് വരുന്നവരാണ്. വഖൈറുൽ ഖത്താഇന തവ്വാബീൻ, പക്ഷെ തെറ്റ് സംഭവിക്കുന്നവരിൽ ഏറ്റവും ഉത്തമരാരാ? തൗബ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഞാനൊക്കെ എന്തെല്ലാം തെറ്റുകളാണ് ചെയ്തു കൂട്ടിയത്, ഇനിയിപ്പോ എങ്ങനെ ഞാൻ എന്റെ റബ്ബിലേക്കൊന്ന് തിരിച്ചു പോവുക? നിങ്ങൾ അങ്ങനെ ചിന്തിക്കല്ലേ. നമ്മളൊരു മനുഷ്യനോട് കുറെ സഹായം തേടി, അയാൾ കുറെ ചെയ്തു, പിന്നെ നമുക്ക് അയാളുടെ അടുത്ത് പോയിട്ട് വീണ്ടും വീണ്ടും സഹായം തേടുമ്പോൾ നമുക്കൊരു ഇടങ്ങേറുണ്ടാവും. ഇനിയിപ്പോ അയാൾ എന്താ വിചാരിക്കുക? പിന്നെ അയാളോട് പോയി ചോദിച്ചാൽ അയാൾക്കൊരു മടുപ്പുണ്ടാവില്ല. ഇത് നിങ്ങൾ മനുഷ്യന്മാരുടെ കാര്യമാണ്. ഇത് പടച്ചോന്റെ കാര്യത്തിൽ നിങ്ങൾ കൊണ്ടുപോയി കെട്ടരുത്. പടപ്പുകൾക്ക് ഇങ്ങനെയാണ്, പടച്ചോന് നേരെ തിരിച്ചാണ്. ചോദിക്കാതിരുന്നാലാണ് അള്ളാഹ്ക്ക് വെറുപ്പ്. ചോദിച്ചുകൊണ്ടേയിരിക്കണം എന്നാ. നമ്മുടെ കാര്യങ്ങൾ, ആവശ്യങ്ങൾ റബ്ബിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം, ചോദിച്ചു വാങ്ങണം. എത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും ശരി, അത് ചോദിച്ചു വാങ്ങണം അള്ളാഹിനോട്. അള്ളാഹിനോട് പറയണം, അള്ളാഹു നീ എന്നെ ഏൽപ്പിച്ചൊരു ദൗത്യം എന്താ? നിന്നെ മാത്രം ആരാധിക്കണം എന്നുള്ളതാ. അത് വളരെ ഭംഗിയായി ഞാൻ നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവെ, നീ എന്നെ സിറാത്തുൽ മുസ്തഖീമിൽ ആക്കി തരും എന്നുള്ളതാണ് നീ ഏറ്റെടുത്ത ദൗത്യം. നീ ചെയ്തോണ്ട.
അള്ളാഹുവെ ഞാൻ നിന്നെ മാത്രമാണല്ലോ ആരാധിക്കുന്നത്, നിനക്ക് മാത്രമാണല്ലോ ഇബാദത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് അള്ളാഹുവെ ഞാൻ ഇപ്പൊ ചോദിക്കുന്ന ഒരു കാര്യം, ഈ ദുനിയാവിൽ എന്റെ മുറാദുകൾ അത് ഹൈറാണെങ്കിൽ നീ എനിക്ക് കൊണ്ട റബ്ബെ, ചോദിച്ചുകൊണ്ടിരിക്കണം, തരും അല്ലാഹ്. ഹൈറാണെങ്കിൽ റബ്ബ് നമുക്ക് തരും. പ്രാർത്ഥന മറന്നൊരു ജീവിതം നമുക്ക് ഉണ്ടാവരുത്. വലം വകുൻ ബിദുആഇക റബ്ബി ശഖിയ. ചില ആൾക്കാർ പറയും, എന്താ ചെയ്യുക, നിങ്ങൾ ഇനി എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ കുറേ കാലമായി പ്രാർത്ഥിക്കണേ, എന്താണ് സംഭവം നിങ്ങൾക്ക് മനസ്സിലാവണില്ല, ഒരു ഉത്തരം കിട്ടുന്നില്ല എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ പറയണ്ട. ഞാൻ പറയണത്, അങ്ങനെ തോന്നി പോകുന്ന ഘട്ടങ്ങൾ ഉണ്ടാകും. അങ്ങനെ പറയുന്ന ആളുകളെ അടച്ചാക്ഷേപിച്ച് കുറ്റപ്പെടുത്തല്ല ഞാൻ ചെയ്യണത്. കാരണം അത്രമാത്രം പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യന്മാർ നമ്മളൊക്കെ ഇടയിലുണ്ട്. അപ്പൊ കുറേ പ്രാർത്ഥിച്ചിട്ട് എന്താ എനിക്ക് ഉത്തരം കിട്ടാത്തതെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഖുർആന്റെ 19-ാം അധ്യായം സൂറത്ത് മറിയമിന്റെ 4-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയാണ്, വലം വകുൻ ബിദുആഇക റബ്ബി ശഖിയ. എന്റെ സക്കരിയ നബി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണത്, പറഞ്ഞ കാര്യമാണ്. എന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല. എത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ആയത്താണ് നോക്കൂ നിങ്ങൾ. നിന്റെ പടച്ചവനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല. പ്രാർത്ഥിച്ച എന്റെ റബ്ബ് തരും, ഉറപ്പായിട്ടും തരും. അതുകൊണ്ട് മക്കളെ, മുതിർന്നവരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, എല്ലാവരോടാണ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജീവിതത്തിൽ പടച്ചവനായിട്ടൊന്ന് അടുക്കാൻ തയ്യാറാവും. റബ്ബുമായിട്ട് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നമ്മൾ സ്വീകരിക്കുന്ന ആ അടുപ്പുണ്ടല്ലോ, അത് അള്ളാഹ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ കാരണമാവും. നമ്മൾ ബാക്കിയുള്ള ആൾക്കാരെ പോയിട്ട് ഇങ്ങനെ വിലയിരുത്തുന്ന പരിപാടിക്ക് നിർത്തുക. ഈ ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ, ഓരെ പോയിട്ട് അയാൾക്ക് ഈമാൻ ഉണ്ട്, ഇവരെ നോക്കിയിട്ട് ഇവർക്ക് ഈമാൻ ചേട്ടോ, ഇവർക്ക് ഇഖ്ലാസ് ഉണ്ട്, ഓർക്ക് ഇഖ്ലാസ് ഇല്ല. ഇങ്ങനെയുള്ള പണിയൊന്നും പഠിച്ചു നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹു റസൂൽ ചോദിച്ചൊരു ചോദ്യം എന്താ അറിയോ? ഒരു യുദ്ധത്തിൽ ഒരിക്കൽ ഉസാമ റളിയല്ലാഹു അൻഹു ഒരാളോട് വെട്ടാൻ നിൽക്കണം. ആ സമയത്ത് അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. പക്ഷെ ഉസാമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വെട്ടി കൊന്നു. ഈ വിഷയം റസൂലുള്ളാഹിന്റെ അടുത്തെത്തി. റസൂലുള്ളാഹി ചോദിച്ചു, എന്താണ് ഉസാമ ചെയ്തത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരാളെ നീ കൊല്ലുകയാണോ? അപ്പൊ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലെ, ഞാനിങ്ങനെ പടവെട്ടിക്കൊണ്ടിരിക്കുകയാണ്, എന്റെ വാൾ അയാളെ ശരീരത്തിൽ വീഴാൻ വരുന്നു എന്ന് കണ്ടിട്ടാണ് അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്. അതെനിക്ക് ഉറപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ അയാളെ വെട്ടിയത്. അപ്പൊ റസൂൽ ചോദിച്ചൊരു ചോദ്യം ഉണ്ട്, അഫലാ ശഖഖ്ത അൻ ഖൽബിഹി, ഉസാമ നീ അയാളെ ഹൃദയം തുറന്നു നോക്കിയോ? അപ്പൊ ഒരാളെ നോക്കിയിട്ട് അവർക്കൊന്നും ഈ ഈമാനില്ല, ബാക്കിയുള്ളവർക്കൊക്കെ ഇഖ്ലാസ് ഉണ്ട്, അയാൾക്ക് ഭയങ്കര ഈമാനാണ്, അയാൾക്ക് ഭയങ്കര ഇഖ്ലാസാണ്, ഇവർക്കൊന്നും ഈമാനില്ല. ഈ പണി ആദ്യം നമ്മൾ നിർത്തണം. കാരണം ബാക്കിയുള്ള മനുഷ്യന്മാരെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി പോയാണ്ടല്ലോ, അത് നമുക്ക് തിരിച്ചടിക്കും ജീവിതത്തിൽ. നമ്മൾ മനസ്സിലാക്കുക. ഒരാള് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കണ കാണുമ്പോ അതൊക്കെ ഒരു മുതലക്കണ്ണീരായിരിക്കും എന്ന് പറയണ്ട, എന്ന് ചിന്തിച്ചതിന്റെ പേര് പണ്ഡിത ലോകത്ത് പണ്ഡിതന്മാര് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ജീവിതത്തിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. സാധാരണക്കാരായ മനുഷ്യന്മാര് പ്രാർത്ഥിക്കണ കണ്ടപ്പോ ഒരു അറിയാതെ അങ്ങനത്തെ ഒരു തോന്നൽ വന്ന മഹാനായ പണ്ഡിതന്മാരുടെ ചരിത്രമൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോവല്ല. ഞാൻ പറയേണ്ടത്, ആളുകളെ നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട പണിയൊന്നും നമ്മളവിടെ ഏൽപ്പിച്ചിട്ടില്ല, അത് നമ്മൾ ചെയ്യാനും പാടില്ല. അവരോട് നന്മ ഉപദേശിക്കാനുണ്ടെങ്കിൽ അത് വ്യക്തിപരമായി പോയി ഉപദേശിച്ചു കൊടുക്കുക. തിന്മ അയാളോട് വിരോധിക്കാനുണ്ടെങ്കിൽ അത് അയാളുടെ അടുത്ത് പോയിട്ട് വിരോധിച്ചു കൊടുക്കുക. അയാളെ അഭിമാനത്തിൽ ക്ഷതപ്പെടുത്തരുത്, ഈമാനും ഇഖ്ലാസും അളക്കാൻ പോകരുത്. അയാളോട് ഈമാനികമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അയാളിൽ നിന്ന് ഉപദേശങ്ങൾ തേടുക. അല്ലാതെ വ്യക്തികളെ നോക്കി ഇങ്ങനെ വിലയിരുത്തി ജഡ്ജ് ചെയ്തിട്ട് അവരൊക്കെ മീറ്റിംഗിൽ നിന്ന് മാറ്റി നിർത്തുക, അവരൊക്കെ കൂട്ടിപ്പിടിക്കുന്നത് മാറ്റി നിർത്തുക. ഓരോന്നും ഇപ്പൊ ദീക്ക് ചെയ്യൂല, നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രമേ ദീക്ക് പറ്റുള്ളൂ. പഠിച്ചു നമ്മളെ ഏൽപ്പിച്ച പോലെ, അല്ലെങ്കിൽ നമ്മൾ അതിനായിട്ട് ഏറ്റെടുത്ത പോലെ. നമ്മൾ നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരൊക്കെ ചേർത്ത് നിർത്താനുള്ള ഒരു വിശാല മനസ്കത നമ്മളൊന്ന് കാണിക്കുക. ഈ കുബിസായ ചിന്താഗതിക്ക് നമ്മളൊന്ന് മാറ്റി വെക്കുക. രണ്ടാമത്തെ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി ചോദിച്ച ചോദ്യം ഇതാണ്, അവരെ ഹൃദയം നീ തുറന്നു നോക്കിയോ? അതുകൊണ്ട് അള്ളാഹുമായിട്ട് അടുപ്പം നമ്മൾ കാണിക്കുക. നമ്മളെക്കാളും നന്നായിട്ട് റബ്ബുമായിട്ട് അടുത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും, പക്ഷെ അവരെ നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നില്ല, പക്ഷെ അവരെ വ്യക്തി ജീവിതത്തിൽ അവർ റബ്ബുമായിട്ട് നല്ല അടുപ്പം കാണിക്കുന്നുണ്ടാവും. ആ അടുപ്പം മതിയാവും അള്ളാഹ്ക്ക് നമ്മളോട് ഒരു ഇഷ്ടം വരാന്. ഞാൻ ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒരിക്കൽ ലബനാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ലബനാനിലെ അക്കാർ എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ 2023 ജൂൺ 25 നടന്ന ഒരു സംഭവമാണ്. അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. ഒരു ഉമ്മ, അവരുടെ പേര് ലുബ്ന അൽ മസ്രി എന്നാണ്, ലുബ്ന അൽ മസ്രി. ആ ഒരു ഉമ്മ അതിന്റെ കുട്ടി വീടിന്റെ മുകളിലേക്ക് കയറി പോയപ്പോ ആ കുട്ടീനെ പിടിച്ചിറക്കി കൊണ്ടുവരാൻ വേണ്ടി പോയതാ, കുട്ടീനെ രക്ഷിക്കാൻ പോയതാ. പക്ഷെ ഉമ്മ സ്ലിപ്പായി വീണ് താഴേക്ക് വീണ് ഉമ്മ മരിച്ചു. കുട്ടി രക്ഷപ്പെട്ട്. ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്തിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്വന്തം ജീവൻ വരെ പണയപ്പെടുത്തിയിട്ട് കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു ഉമ്മ കാണിക്കുന്ന ഒരു ആ ഒരു കാര്യം, ആ ഒരു എഫേർട്ട്, അതിനെ നമുക്ക് കണ്ടില്ല നടിക്കാൻ പറ്റുമോ? ഒരു ഉമ്മാന്റെ ഒരു ഇഷ്ടമാണത്. ആ ഉമ്മയും കുട്ടി തമ്മിലുള്ള ഒരു ബന്ധമാണ് അത് സൂചിപ്പിക്കുന്നത്. ആ ഉമ്മാക്ക് സ്വന്തം ജീവൻ അപകടത്തിൽപ്പെട്ടാലും കുഴപ്പമില്ല, എനിക്ക് കുട്ടീനെ രക്ഷിക്കണം എന്നുള്ള ചിന്തയാണ്.
അതിനേക്കാൾ ഇഷ്ടമാണ് അള്ളാഹ്ക്ക് തന്റെ അടിമകളോട് എന്നാണ്. ഒരിക്കൽ ഒരു യുദ്ധത്തിൽ നിന്ന് കുറച്ച് തടവ് പുള്ളികളെ പിടിച്ചു, യുദ്ധത്തിൽ നിന്ന് കുറച്ച് ആൾക്കാരെ പിടിച്ചു. ആ പിടിച്ച കൂട്ടത്തില് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരെ കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടിനെ കാണുന്നില്ല. ആ കുട്ടിനെ കാണാതായിട്ട് ആ ഉമ്മ ആകെ പരിഭ്രാന്തിയായിട്ട് ഇങ്ങനെ ഓടി നടക്കണം, കുട്ടി എവിടെയാണ്. അങ്ങനെ അവസാനം കുട്ടീനെ കിട്ടിയപ്പോ അതിനെ വാരി എടുത്തിട്ട് ആ ഉമ്മ ഇങ്ങനെ മാറി മാറി ഉമ്മ കൊടുക്കണം, നെറ്റിത്തടത്തിലും കവിളത്തിലൊക്കെ. എന്നിട്ട് ആ കുട്ടിക്ക് പാൽ കൊടുത്തു. ഈ കാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് കാണിച്ചു കൊടുത്തു. ആ ഉമ്മ ആ കുട്ടീനെ വാരി എടുത്ത് ഉമ്മ കൊടുത്തിട്ടുണ്ടായി. എന്നിട്ട് ചോദിച്ചു, ആ ഉമ്മ ആ കുട്ടീനെ തീയിലെറിയും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പൊ സ്വഹാബികൾ പറഞ്ഞു, റസൂലെ ഒരിക്കലും ഇല്ലല്ലോ, അങ്ങനെ ചെയ്യോ? ഇല്ല. ആ സ്നേഹപ്രകടനം കണ്ടാൽ തന്നെ അറിയില്ല. ആ കുട്ടിന്റെ ശരീരത്തിൽ ഒരു മുള്ളു കറക്കണ പോലും അമ്മക്ക് ഇഷ്ടമുണ്ടാവില്ല, പിന്നല്ലേ തീയിലെറിയുന്നത്. റസൂലുള്ളാഹി പറയണെന്ന് അതിനേക്കാൾ ഇഷ്ടമാണ് അള്ളാഹ്ക്ക് തന്റെ അടിമകളോട്. അള്ളാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറാകുന്ന, റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന അടിമകളുടെ കാര്യത്തിൽ അള്ളാഹ്ക്ക് ഈ ഉമ്മാക്ക് കുട്ടിനോടുള്ള ഇഷ്ടത്തെക്കാളും കൂടുതലുണ്ട് എന്നാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളെ റബ്ബ് അത്രയും നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി, പടച്ചോനിലേക്ക് മടങ്ങാനുള്ള, നമ്മുടെ ജീവിതത്തിൽ കുറേ ദുനിയാവിന്റെ പിന്നാലെ ഇങ്ങനെ ഓടുന്നുണ്ടല്ലോ, അതിനൊക്കെ ഒന്ന് മാറ്റി വെച്ച് ആ നിസ്കാരമൊക്കെ ഒന്നൊക്കെ നിർവഹിച്ച് അതൊന്ന് പ്രോപ്പറാക്കി നമ്മൾ അള്ളാഹ്ക്ക് കൊടുക്കാനുള്ള ഇബാദത്തുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആ ഒരു സമയം കണ്ടെത്തിയിട്ട് നമ്മൾ പടച്ചവനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. രഹസ്യമായ ഒരുപാട് നന്മകൾ ചെയ്യുക. പരസ്യമായ നന്മകൾ നമുക്ക് ഉണ്ടാവും, അതല്ലാതെ തന്നെ ഞാനും റബ്ബും മാത്രമായിട്ടുള്ള ഒരുപാട് നന്മകൾ ചെയ്യുക. ഇതൊക്കെ തന്നെയല്ലേ ജീവിതം, ഇതൊക്കെ തന്നെയല്ലേ ലൈഫിലെ എൻജോയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പടച്ചവനോട് കിട്ടുന്ന ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷന്റെ ഒരു രസവും അതിന്റെ ഒരു രുചിയും ടേസ്റ്റും ആരും പറഞ്ഞെടുത്ത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റൂല. അത് നമ്മുടെയൊക്കെ ഇമാജിനേഷന്റെ ഒക്കെ അപ്പുറത്താണ്, നമ്മുടെ വർണ്ണനകൾക്ക് അപ്പുറത്തുള്ള കാര്യമാണ്, അത് അനുഭവിച്ചറിയേണ്ട കാര്യമാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ മുന്നോട്ട് പോകാൻ തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം. നമ്മുടെ വീഴ്ചകളും പോരായ്മകളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തെടുത്ത് ഒരുപാട് തെറ്റുകൾ അറിഞ്ഞും അറിയാതെയുമായി, ചെറുതും വലുതുമായി, രഹസ്യമായും പരസ്യമായും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാവും. എല്ലാം അള്ളാഹു തആല അവന്റെ അപാരമായ റഹ്മത്തിന്റെ ഭാഗമായി നമുക്ക് പുറത്തു തരുമാറാകട്ടെ. പട്ടിണി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും കടം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് മനുഷ്യന്മാർ ഇവിടെ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ഇപ്പൊ തന്നെ അറിയാലോ, GCCകളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കാരണം ജോലി നഷ്ടപ്പെട്ടവര്, ബിസിനസ് തകർന്നു പോയവരൊക്കെ ഉണ്ടാവും. അള്ളാഹു താല അവർക്കൊക്കെ അവരുടെ വ്യക്തി ജീവിതത്തിലും അവരുടെ സാമ്പത്തിക രംഗത്തും കുടുംബ ജീവിതത്തിലും എല്ലാ നിലക്കും എല്ലാ ഹൈറും ബർക്കത്തും തിരിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. അതേപോലെ തന്നെ നമ്മുടെ രോഗങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ രോഗമുള്ള എത്രയും പെട്ടെന്ന് ശിഫ നൽകി അവർക്ക് നമുക്കൊക്കെ പൂർണ്ണമായ ആരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ദുനിയാവിലെ ദുനിയാവിലെ ആസ്വാദനങ്ങൾ ആസ്വദിച്ച് ജീവിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. നല്ല ഭക്ഷണം കഴിക്കുമ്പോഴും നല്ല വസ്ത്രം ധരിക്കുമ്പോഴും നല്ല കുടുംബജീവിതം ആസ്വദിക്കുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുക, ഉമ്മയില്ലാത്ത, ഉപ്പയില്ലാത്ത, സഹോദരി ഇല്ലാത്ത, സഹോദരന്മാരില്ലാത്ത, സ്വന്തമായ ഒരു വീട് പോലും ഇല്ലാത്ത, ഒരു വേറെ നാട്ടിൽ പോകണമെങ്കിൽ പാസ്പോർട്ട് എവിടെയെന്ന് പോലും അറിയാത്ത ഒരു ജനത ഇന്നും ലോകത്തിന്റെ ഫിലസ്തീനിലെ ജനത. അതേപോലെ തന്നെ പല വാർത്തകളും നമ്മൾ പലതും പുറത്തറിയുന്നില്ല. അങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ലോകത്തിന്റെ മറ്റു പല സ്ഥലങ്ങളിലുമുള്ള സഹോദരന്മാർ, അവർക്ക് അല്ലാഹു തആല പൂർണ്ണമായ നിർഭയത്വം നൽകുകയും സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മളെയൊക്കെ നാളെ റബ്ബുൽ ഇസ്സത്ത് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ربنا اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين.